ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് നമ്മൾ എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി കൂടിയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ വീടുകളിൽ തയ്യാറാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി കൊടുക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ താരമെന്ന് പറയുന്നത് മത്തങ്ങയാണ്. അപ്പോൾ നല്ല മൂത്ത് വിളഞ്ഞ് പഴുത്ത മത്തങ്ങ വേണം ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് എന്താണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മത്തങ്ങ വിളയിച്ചതാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒന്നാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നന്നായിട്ട് പഴുത്ത് വിളഞ്ഞ മത്തങ്ങ. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മൾ പറിച്ച് വെച്ച് കഴിയുമ്പോൾ അതിനുള്ളിലെ വെള്ളമൊക്കെ വറ്റി കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും. ആ ഒരു മത്തങ്ങയാണ് പണ്ട് കാലങ്ങളിലൊക്കെ അമ്മമാർ മത്തങ്ങ വിളയിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചതാണ് ഈ മത്തങ്ങ. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്തങ്ങയുടെ പകുതി ഭാഗം ഉപയോഗിച്ചാണ് ഞാനിന്നിവിടെ നമ്മൾ മത്തങ്ങ വിളയിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ മത്തങ്ങ ഞാൻ ഇവിടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി ഈ ഒരു വലിപ്പത്തിന് ചെറിയ ക്യൂബ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 950 ഗ്രാമാണ്. നമ്മൾ തൊലിയൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത് എടുത്തപ്പോൾ ഇത് 1 കിലോയുടെ അടുത്താണുള്ളത്. അപ്പോൾ അതിന് കണക്കാക്കിയുള്ള മെഷർമെൻറ്റ്സ് ആണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മത്തങ്ങ ആദ്യമേ തന്നെ വേവിച്ചെടുക്കാം. മത്തങ്ങ വേവിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മത്തങ്ങയുടെ പീസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മത്തങ്ങ വേവിക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ ഇത് വേവിക്കാനായിട്ട് പറ്റും. ഒന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും സാധാരണ ചെയ്യാറുള്ളത് ഇതുപോലെ എളുപ്പത്തിൽ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആവി കയറ്റിയെടുക്കാൻ പറയുന്നത്. നല്ല പഴുത്ത മത്തങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. മത്തങ്ങ കഷ്ണങ്ങൾ മുഴുവനായിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കഷ്ണം വേവുന്നതിന് ആവശ്യമായിട്ട് നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ചേർക്കണ്ട. മത്തങ്ങയിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു 2 വിസിലിന് കുക്കർ അടച്ചത് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിൻ്റെയും പ്രഷറിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകും. പഴുത്ത മത്തങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷെ നമുക്കിത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. ആ ഒരു പാകത്തിന് ഇത് വേവിച്ചെടുക്കാം. നമ്മുടെ മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. ഈ ഒരു മത്തങ്ങ വിളയിച്ചതിൽ ഞാൻ ചേർക്കാറുള്ളത് നമ്മുടെ അരി വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഞാനിവിടെ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. 250 ml 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകണം. അരിയിൽ എപ്പോഴും നല്ല അഴുക്കുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഓൾറെഡി കഴുകി ഞാൻ അരിപ്പയിൽ വെള്ളം വാർന്ന് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലിട്ട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ റോസ്റ്റായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒതൻറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ എപ്പോഴും അരി വറുത്ത് പൊടിച്ചിട്ടാണ് ഈ ഒരു മത്തങ്ങ വിളയിച്ചിരുന്നത്. ഇതിന് പകരം ഇപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വറുത്ത അരിപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ അതിലേക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ ടേസ്റ്റ് എപ്പോഴും ഇങ്ങനെ അരി വറുത്ത് ചേർക്കുന്നതിനാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾ തയ്യാറാക്കി കഴിക്കാറുണ്ടോ? ആർക്കൊക്കെ ഈ ഒരു മത്തങ്ങ വിളയിച്ചത് ഇഷ്ടമാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. അരി ഇങ്ങനെ നല്ല ചൂടിന് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നായിട്ട് പൊട്ടി ഇങ്ങനെ വരും. നല്ല മുരുമുരാന്ന് വരും. അപ്പോൾ എല്ലാ അരിമണികളും ഇതുപോലെ ഒരുപോലെ റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ കളറ് മാറി ചെറുതായിട്ടൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇത് നമ്മൾ കഴുകി എടുത്തതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ ഒരല്പ സമയം എടുക്കും. അപ്പോൾ നല്ലപോലെ ക്ഷമയോടുകൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് കുത്തരിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ളയരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പച്ചരി എടുക്കരുത്. ഏറ്റവും നല്ലത് നമ്മൾ ഈ ഒരു ചോറ് വെക്കുന്ന അരി തന്നെയാണ്. അരി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതുപോലെ അത് പൊട്ടി തുടങ്ങും. ചെറിയ ശബ്ദം കേൾക്കാൻ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് മൂത്ത് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടുകൂടി ഈ ചട്ടിയിൽ തന്നെ ഇരുന്നാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അരി വറുത്തെടുത്തതിന് ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ നല്ല ഡ്രൈ ആക്കി ഉണക്കിയെടുത്ത ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫൈനായിട്ട് പൊടിക്കണമെന്നൊന്നുമില്ല. ചെറിയ തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറട്ടെ. അത് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങയൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. മത്തങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ച് വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കൊരു തവിയുടെ ബാക്ക് സൈഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത്രയും മതിയാകും.
അപ്പോൾ ദാ നമ്മുടെ മത്തങ്ങ നല്ല പോലെ പഴുത്തതായതുകൊണ്ട് നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ മത്തങ്ങ വിളയിച്ചത് തയ്യാറാക്കാം. ഇപ്പോൾ ദാ മത്തങ്ങ വിളയിക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഉടച്ചു വെച്ച മത്തങ്ങ ഞാൻ ഇതുപോലെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരുന്ന അരി മിക്സിയുടെ ജാറിൽ ചെറിയ തരിതരിപ്പോട് കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഞാനിവിടെ ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തത്. 1/2 കിലോ ശർക്കര ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മധുരത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമുക്കിനി മത്തങ്ങ വിളയിച്ചെടുക്കാം. മത്തങ്ങ വിളയിക്കുന്നതിനായിട്ട് ഞാൻ അടികട്ടിയുള്ള ഒരു ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയ നെയ്യാണ്. 1 ടീസ്പൂൺ നെയ്യാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അന്നേരം നമുക്കിതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഹോം മെയ്ഡ് നെയ്യാണ്. നമ്മൾ പുറമേ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ നല്ല കളറും നല്ല മണവും ഒക്കെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻസും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ നെയ്യ് തയ്യാറാക്കാം എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് പാല് മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാട എടുത്തിട്ട് നമുക്ക് നല്ല നെയ്യ് തയ്യാറാക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ ശുദ്ധമായ നെയ്യ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. മത്തങ്ങയിലുള്ള ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ചേർത്തതിന് ശേഷം ചെറിയ കട്ടകളുണ്ടെങ്കിൽ ഈ തവിയുടെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നെയ്യിൽ കിടന്ന് നമുക്ക് മത്തങ്ങ ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. വരട്ടിയെടുക്കുക എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഓവറായിട്ട് വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഫ്ലെയിം ഒത്തിരി കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ സ്റ്റീലിൻ്റെ തവി മാറ്റിയിട്ട് മരത്തിൻ്റെ ഒരു തവിയാണ് എടുത്തത്. സ്റ്റീലിൻ്റെ തവി ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു മരത്തവി എടുത്തു. അടി കട്ടിയുള്ള ഉരുളി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടി പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ചേർക്കാം. ഇപ്പം മത്തങ്ങയിലുള്ള വെള്ളമൊക്കെ വറ്റി കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒരല്പം മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 1/2 കിലോ ശർക്കര ഉരുക്കിയെടുത്തതാണ്. കുറച്ച് തിക്കായിട്ടാണ് ഉരുക്കിയെടുത്തിരിക്കുന്നത്. അപ്പം മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് നമുക്ക്. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ട് നമുക്ക് മത്തങ്ങ ഒന്ന് വരട്ടിയെടുക്കണം. കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു അല്പം നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഇനി ഇപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതാ നമ്മൾ ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 8-10 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളെപ്പോഴും ഒരു മധുരമുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരു നുള്ളു മാത്രം ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മത്തങ്ങ വിളയിച്ചതിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് അല്ലെങ്കിൽ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് ഞാനിവിടെ കുറച്ച് ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. നമുക്കൊരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങയും ശർക്കരയും ഒക്കെ ഒന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു മിക്സ് ഒന്ന് ടൈറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഇതിലേക്ക് അരി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഈ അരി വറുത്ത് പൊടിച്ചിരിക്കുന്നതിൻ്റെ അളവൊക്കെ ഓരോരുത്തരും എടുക്കുന്ന മത്തങ്ങയ്ക്ക് അനുസരിച്ചും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശത്തിനനുസരിച്ചൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. നിങ്ങൾ ആവശ്യത്തിന് കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക. ടൈറ്റായി വരുന്നതിനനുസരിച്ച് ആവശ്യമെങ്കിൽ മാത്രം മുഴുവൻ ചേർത്താൽ മതിയാകും. ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി അല്ലെങ്കിൽ അരി വറുത്ത് പൊടിച്ചത് ചേർത്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തവി ഉപയോഗിച്ച് ഇളക്കി യോജിപ്പിക്കുക.
ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന മുഴുവൻ പൊടിയും തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തപ്പോഴേക്കും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു അല്പം നെയ്യ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് തികച്ചും ഓപ്ഷണലാണ്. ഞാനൊരല്പം മാത്രമേ നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി ഒന്ന് തിക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം ഞാനിവിടെ ഇന്ന് സെർവ് ചെയ്യുന്നതിനായിട്ട് ഒരു ഗ്ലാസിൻ്റെ ഡിഷ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രീസ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈ മത്തങ്ങ വിളയിച്ചത് ഇതിലേക്കിട്ട് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നട്ട്സോ കിസ്മിസോ ഒക്കെ വേണമെങ്കിൽ നെയ്യിൽ മുരിച്ചത് ചേർക്കാം. കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് ഇത് വിളമ്പാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഡിഷിലൊന്നും സ്പ്രെഡ് ചെയ്യാറില്ല. ഇത് ഈ ഒരു പരുവത്തിനാണ് ഇരിക്കുന്നത്. നമുക്ക് ചെറിയ ബൗളിലോ പാത്രത്തിലോ ഒക്കെ എടുത്തിട്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് കഴിക്കാം. അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിലേക്ക് നെയ്യിൽ വിളയിച്ചെടുത്ത കിസ്മിസും കാഷ്യൂനട്ട്സും ഒക്കെ ഈ സമയത്ത് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കോരിയിടാം. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്നൊരു മധുരം അല്ലെങ്കിൽ ഡെസേർട്ടൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു മത്തങ്ങ വിളയിച്ചത്. മാത്രമല്ല ഇതൊരു നൊസ്റ്റാൾജിക് റെസിപ്പി കൂടിയാണ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒരു സിലിക്കോൺ സ്പാച്ചില ഉപയോഗിച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇങ്ങനെ കാഷ്യൂനട്ട്സിൻ്റെ ചെറിയ ചെറിയ പീസസാണ് ഇതിലേക്ക് ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തനി നാടൻ റെസിപ്പി ആയിട്ടുള്ള നമ്മുടെ മത്തങ്ങ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.